ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിവസം. എല്ലാ ഫ്രണ്ട്സിനും കേരളപ്പിറവി ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് വന്നത് കേരളപ്പിറവിയെക്കുറിച്ച് തന്നെ കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, 1956 നവംബർ 1 കേരളം എന്ന ഈ സ്റ്റേറ്റ് രൂപവൽകൃതമായത്. ഭാഷാടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ പ്ലേസസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ മദ്രാസ് റെസിഡൻസിയും അതുപോലെ അത് മലബാറൊക്കെ ഉൾപ്പെടുന്ന മദ്രാസ് റെസിഡൻസിയും ബാക്കി ഭാഷാടിസ്ഥാനത്തിൽ മലയാളം മാത്രം സംസാരിക്കുന്ന ആ ഭാഗങ്ങളെല്ലാം ചേർന്ന് വേറൊരു പ്രദേശവുമായാണ് കേരളം, അല്ലേ? അങ്ങനെ ആദ്യം രൂപവൽക്കരിക്കുമ്പോൾ വെറും 5 ജില്ലകളാണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. പിന്നീടാണ് ബാക്കിയുള്ളതെല്ലാം രൂപവൽകൃതമായത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ കേരളത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ഐതിഹ്യ കഥകളും അതുപോലെ തന്നെ ചരിത്രവും പറയുന്നു. കേരളത്തിൻ്റെ പേര് ലഭിച്ചത്, ചരിത്രം പറയുന്ന ഒരു കാര്യം, അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലുള്ള ശിലാലിഖിതങ്ങളിൽ കേരളപുത്രൻ എന്ന് പറയുന്ന വാക്ക് ഇൻസ്ക്രിപ്റ്റഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. കേരളത്തിൻ്റെ പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ കേരളപുത്രൻ എന്ന വാക്കുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചേര രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ ഈ പ്രദേശമെല്ലാം ചേരളം എന്നറിയപ്പെട്ടിരുന്നു. പിന്നീട് ചേരളമാണ് കേരളമായി മാറിയത് എന്ന് പറയപ്പെടുന്നു. മറ്റൊരു കഥ പറയുന്നത്, കേരളത്തമ്പുരാൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇത് പിന്നെ കേരളം എന്നറിയപ്പെട്ടിരുന്നു. രാജാക്കന്മാരുടെ വഴിയെ വന്ന പേരാണ് ഈ കേരളം എന്ന് പറയുന്നത് എന്ന് പറയുന്നു. ഇനി നമ്മുടെ ഐതിഹാസിക കഥയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഐതിഹ്യം പറയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, ജമദഗ്ന മഹർഷിയുടെ മകനാണ് രാമൻ എന്ന മഹാവിഷ്ണു അവതാരം എന്ന് പറയുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ഈ രാമൻ എന്ന് പറയുന്നത്. രാമൻ്റെ ആയുധം എന്ന് പറയുന്നത്, വലിയ വീരശൂര പരാക്രമിയായിരുന്നു ഈ രാമൻ എന്ന് പറയുന്നത്. അപ്പോൾ രാമൻ്റെ ആയുധം എന്ന് പറയുന്നത് മഴുവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം മഴുവിൻ്റെ പേര് കൂടെ ചേർത്ത് പരശു എന്നാണ് മഴുവിൻ്റെ മറ്റൊരു നാമധേയ പേര്. അപ്പോൾ മഴു ആയുധമാക്കിയവൻ എന്ന അർത്ഥത്തിൽ പരശുരാമൻ എന്ന പേരിലാണ് ഈ രാമൻ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം 21 ഘോര യുദ്ധങ്ങൾ ക്ഷത്രിയരുമായി ചെയ്തു എന്നാണ് പറയുന്നത്. ക്ഷത്രിയർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അവർ യുദ്ധപ്രിയരും അതുപോലെ തന്നെ അഹങ്കാരികളും പരാക്രമികളും ഒക്കെയാണ്. അപ്പോൾ അവരോട് 21 യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിക്കുകയും അദ്ദേഹം വസിച്ചിരുന്ന ദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ സമാധാനം പുനഃസ്ഥാപിച്ചതിന് ശേഷം പരശുരാമൻ തപസ്സനുഷ്ഠിക്കാൻ ഒരു സ്ഥലം തേടി ഇറങ്ങുകയും വഴിമധ്യേ ഒരു കരിനീല വനത്തിൽ എത്തപ്പെടുകയും അവിടെ വരുണഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ആയുധമായ മഴു, പരശുരാമൻ്റെ ആയുധമായ മഴു കടലിലേക്ക് എറിയുമ്പോൾ അതെവിടെയാണോ ചെന്ന് വീഴുന്നത് അതായിരിക്കും രാമന് തപസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് പറയുകയും അങ്ങനെ പരശുരാമൻ എറിഞ്ഞ മഴു വീണ സ്ഥലമാണ് പിന്നീട് കേരളമായി മാറിയത്. പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട കേരളം എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഐതിഹ്യവും ചരിത്രങ്ങളും ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവച്ചത്. കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന സ്ലോഗൻ അഥവാ ടാഗ് ലൈൻ കോയിൻ ചെയ്തത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ അഡ്വർടൈസിങ് ഏജൻ്റായിട്ടുള്ള ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള വാൾട്ടർ മെൻസ് ആണ് ആദ്യമായി കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേര് നൽകിയത്. അത് പിന്നീട് ലോകമെമ്പാടും പ്രശസ്തി ആർജിക്കുകയും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ ടാഗ് ലൈനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് കോയിൻ ചെയ്ത വ്യക്തി വാൾട്ടർ മെൻസ് എന്ന് പറയുന്ന ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അപ്പോൾ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ പിറവിയോടനുബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കാൻ ഇഷ്ടമില്ലാത്ത ഏത് കേരളീയരാണുള്ളത്, അല്ലെ? നമ്മൾ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ എവിടെയൊക്കെ പോയി താമസിച്ചാലും, ലോകത്തെ ഏത് രാജ്യത്ത് പോയി താമസിച്ചാലും കേരളീയരായിട്ടുള്ളവർക്ക് എപ്പോഴും കേരളത്തിൽ വന്ന് താമസിക്കാനായിരിക്കും ഒട്ടുമുക്കാൽ പേർക്കും ഇഷ്ടം. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കുറേ കാലം ചിലവിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കേരളത്തിൽ വന്നിപ്പോൾ താമസിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷവും അതുപോലെ തന്നെ
അഭിമാനവും എന്നെക്കുറിച്ച് തോന്നുന്നത്. അതുപോലെ ആയിരിക്കും ഓരോ മലയാളികളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കേരളത്തിനെക്കുറിച്ച് പാട്ടുകൾ, സിനിമാ ഗാനങ്ങൾ തന്നെ ഉണ്ടല്ലേ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലുകാലോല പുരയുണ്ട്. ഇപ്പോൾ ഓലപ്പുരകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതൊരു പഴയ കാലത്തിൻ്റെ വർണ്ണചിത്രം മനസ്സിൽ വാരി വിതറുന്ന ഒരു പാട്ട് തന്നെയാണല്ലേ. എത്ര അർത്ഥവത്തായ വരികളാണ്. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട്. ആ നാഴി, അതിനകത്ത് എന്തൊക്കെ ആശയങ്ങളാണ് വന്നതല്ലേ. പഴയ കാലത്തുള്ള നമ്മുടെ നാഴി, നെല്ലും അതുപോലെ തന്നെ നമ്മൾ അരിയും ഒക്കെ അളക്കുന്ന നാഴിയുണ്ടല്ലോ, നാഴി, പറ, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നാളികേരം, അപ്പോഴാണ് ഞാൻ ഒരു ഓലപ്പുര അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സമാധാനമാണ്. വലിയ വീടൊന്നും ഇല്ലെങ്കിൽ ഒരു ഓലപ്പുരയെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ. ഭൂമിയിലെ സ്വർഗ്ഗം എവിടെയാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ കേരളമാണെന്നേ പറയൂ. കാരണം ഞാൻ മറ്റു സംസ്ഥാനങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. എനിക്ക് എന്തുകൊണ്ടും കേരളം തന്നെയാണ്. എന്തൊക്കെ ഇതുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത്. ഞാൻ കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സംസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും ആതിഥ്യ മര്യാദയുടെ കാര്യത്തിലായാലും ഒക്കെ കേരളം മികവുറ്റ ഒരു സ്റ്റേറ്റ് തന്നെയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി നമ്മൾ കേരളത്തിനെക്കുറിച്ച് സംസാരിച്ചാലും ഒരു മലയാളിയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാക്ഷരതയുടെ കാര്യത്തിലായാലും നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ്. അപ്പോൾ കേരളത്തിന് വേറൊരു പേര്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നാളികേരം, കേരവൃക്ഷങ്ങളുടെ നാട് അഥവാ നാളികേരത്തിൻ്റെ നാട് എന്ന് പറയുന്ന നമ്മുടെ തെങ്ങുകളുടെ നാട് എന്ന ഒരു പേര്. അപ്പോൾ ആ പേരിൽ നിന്നും കേരവൃക്ഷങ്ങൾ ഇടതിങ്ങി വളരുന്ന നാട് എന്ന അർത്ഥത്തിലും കേരളത്തിന് ഈ പേര് വന്നു എന്ന് പറയുന്നു. പേരെന്ത് തന്നെ ആയാലും നമുക്ക് കേരളത്തിനോടുള്ള ഇഷ്ടം ഓരോ ദിവസം ചെല്ലും തോറും മരിക്കുന്ന നാൾ വരെയും എൻ്റെ മനസ്സിൽ കേരളമെന്നും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ കേരള പിറവി ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. ലവ് യു. Take care.